ബ്രാൻഡിങ് കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് അല്ലെ, പ്രാക്ടിക്കലാണ്. ആനിമേഷൻ പ്രാക്ടിക്കൽ അല്ല. അത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്, ലൈക്ക് എങ്ങനെ അത് സ്വിച്ച് ചെയ്യുന്നത്, ആ ഒരു പെർസെപ്ഷനെ സ്വിച്ച് ചെയ്യല്ലേ. ആക്ച്വലി ലൈക്ക് എന്താ പറയാ, ടോം ആൻഡ് ജെറിയില് തലക്കൊരു സാധനം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മൊത്തം പറ്റിപ്പിടിച്ചവിടെ നമുക്ക് ലോജിക്ക് മാറ്റി വെച്ചിട്ടാണ് ആനിമേഷൻ ചെയ്യേണ്ടത്. ഇനി ബ്രാൻഡിങ്ങിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ചില സമയത്ത് എന്താ പറയാ, ഇവര് ഡിസൈനേഴ്സ് കുറച്ച് ഫോണ്ട് ചെറുതാക്കുമ്പോൾ അത് പ്രീമിയം ഫീലിനാണ്. ഞാൻ പറയാം അത് യൂസറിന് വായിക്കാൻ പറ്റൂല, അങ്ങനെയാ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? അത് ഞാന് ബാലൻസ് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാല് 3D ചെയ്യുന്ന സമയത്ത് ഞാനൊരു ആർട്ടിസ്റ്റാ, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഡിസൈനറാ, ഒരു പ്രൊഫഷണൽ ഡിസൈനറാ. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് സ്വിച്ച് എന്താ സ്വിച്ച് വർക്ക് ആവുന്നുണ്ട്. എന്തൊരു സ്വിച്ച് അവിടെ വരുന്നുണ്ട്. അത് മനഃപൂർവ്വം വരുന്നതല്ല, പക്ഷെ സ്വിച്ച് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫൈൻ പറഞ്ഞൊരു സാധനമുണ്ട്, ഫസ്റ്റ് പറഞ്ഞൊരു സംഭവമുണ്ട്, ഫൈൻ ഒന്നും ചെയ്യണ്ട എല്ലാം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനും അത് ആഗ്രഹിക്കുന്ന ആളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ഏരിയ ഉണ്ട്. ടൈപ്പോഗ്രഫിയിൽ ഇന്നത് ചെയ്യണം, ഇന്ന സംഭവം ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ അതിന്റെ പാർട്ടായിട്ട് നമ്മളെ തലയിൽ ഇൻബിൽട്ട് ആക്കി വെച്ചിട്ടാണ്. ഇന്നതിലേക്ക് പോകുമ്പോൾ ഇന്നത് സ്വിച്ച് ആവണം, ഇന്നതിലേക്ക് പോകുമ്പോൾ ഇന്നതാവണം. എനിക്ക് തോന്നുന്നു അതെല്ലാം തോന്നുന്നു നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാത്തത് കൊണ്ടാണ് അത് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. മേ ബി അതായിരിക്കും, നമ്മള് കംഫർട്ട് സോൺ എല്ലായിടത്തും ഉണ്ടാവാം മേ ബി.